മൂലമായി സാക്ഷി പറയുന്നവരിൽ അല്ലാഹു തആല നാമെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൽ അവന്റെ റഹ്മത്ത് കൊണ്ടും മഗ്ഫിറത്ത് കൊണ്ടും അഅ്തഖു മിനന്നാർ കൊണ്ടും ഒക്കെ അനുഗ്രഹിച്ച് അവൻ ആദരിച്ച അവന്റെ അടിമകളിൽ അല്ലാഹു തആല നമ്മയും കുടുംബങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. പരിശുദ്ധ റമദാന് നമ്മളിൽ നിന്ന് കഴിഞ്ഞു എന്ന് തന്നെ പറയാം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ 25 കഴിഞ്ഞാൽ 27 കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ അങ്ങോട്ടില്ല എന്നുള്ളതാണ് പൊതുവെയുള്ള ഭാഷ. നമ്മൾ പലപ്പോഴും പറഞ്ഞതുപോലെ അല്ലേ, ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരുക്കിയില്ല, പെരുന്നാളിനുള്ളത് ഡ്രസ്സ്, സാധനങ്ങൾ, ഭക്ഷണങ്ങൾ അതേപോലെ തന്നെ ഉണ്ട്. അള്ളാഹു ചോദിക്കുന്നുണ്ട് നമ്മളോട്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദ്. ഭയങ്കര ഒരു ചോദ്യമാണ്. നമ്മളോട് ചോദിക്കുക, പെരുന്നാളിന് എന്തെങ്കിലും കരുതിയിരിക്കണോ, പെരുന്നാളിന് എന്തെങ്കിലും ചെയ്തു വെച്ചിക്കണോ? അള്ളാഹു നമ്മളോട് ചോദിക്കുന്നത് അല്ലേ. ഇപ്പൊ നമ്മളിപ്പോ ഇനിയിപ്പോ ആരെ കണ്ടാലും നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്താ? അല്ല, പെരുന്നാൾ മാത്രമല്ല, എന്തായി ഡ്രസ്സൊക്കെ എടുത്തില്ലേ പെരുന്നാളിന് അല്ലേ? ഇപ്പൊ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ആളുകളെ കണ്ടാലും നമ്മൾ ചോദിക്കുന്ന അങ്ങനെ തന്നെയല്ലേ. എന്താ, തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ? പെരുന്നാള് സന്തോഷകരമായി ഭംഗിയാക്കാൻ എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ആ ചോദ്യത്തിൻ്റെത് അല്ലേ. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ഭാര്യമാര് നമ്മൾ പറയണ്ട, എല്ലാം ആയില്ലേ, ഇനി എന്താ? ഡ്രസ്സൊന്നും എടുക്കാത്തവരോടാണെങ്കിൽ പെണ്ണുങ്ങൾ സ്വന്തം തരുമോ? ഇല്ല അല്ലേ. പറഞ്ഞു, ഇനി കഴിഞ്ഞില്ല, ഇനിയിപ്പോ ഇന്ന് പോയിട്ട് എടുക്കാനാ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡ്രസ്സ് പെരുന്നാളിന് കുറെ ഡ്രസ്സ് ഇട്ടിട്ടില്ലെങ്കിൽ പെരുന്നാളാവൂലേ? ആവൂലേ? ആവും. ഇനി സാധാരണ നോർമലി ഒരു ദിവസം നമ്മൾ എങ്ങനെയാണോ തള്ളി നീക്കുന്നത് ആ രൂപത്തിലൂടെ ഭക്ഷണങ്ങളാവട്ടെ മറ്റുള്ളതായാലും പെരുന്നാളാവൂലേ? പെരുന്നാളാവും. പക്ഷെ നമുക്കത് പെരുന്നാളായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം? നല്ല ഡ്രസ്സ് വേണം, നല്ല ഭക്ഷണം വേണം, ഒരു പുതുമ അല്ലേ. പെരുന്നാൾ എന്ന് പറയുന്നത് എന്താ? സന്തോഷമാണ്. അപ്പൊ അത് നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ വേണം. അപ്പൊ ആ സംവിധാനങ്ങൾ എപ്പോഴാണ് ഒരുക്കേണ്ടത്? മുന്നേ ചെയ്തു വെക്കണ്ടേ? രാവിലെ അന്നിപ്പോ മറ്റേ പെരുന്നാളിന്റെ അന്ന് രാവിലെ ഇനിയിപ്പോ അതിന് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ മുമ്പേ അപ്പൊ അന്നേ അതാ ചോദിക്കണത്, എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരുക്കി വെച്ചിട്ടുണ്ടോ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. അല്ലാഹു തആല ചോദിക്കുന്നത് വിശ്വാസികളോടാണ്, ജനങ്ങളോടായിട്ട് അല്ലാഹു തആല അല്ലെങ്കിൽ വിധങ്ങൾ സംബോധന ചെയ്ത ഒരുപാട് വിഷയങ്ങളുണ്ട്. വിശ്വാസികളോട് സംബോധന ചെയ്യുന്ന വിഷയങ്ങളുണ്ട്. അപ്പൊ അത് രണ്ടും നമുക്ക് എടുത്ത് പഠന വിധേയമാക്കിയാൽ തന്നെ നമുക്ക് ബോധ്യപ്പെടും എന്തെന്നുള്ളത്. വിശ്വാസികളോടുള്ളത് വിശ്വാസം ഉണ്ടെങ്കിലേ ഉൾക്കൊള്ളാൻ കഴിയൂ എന്നുള്ളതാണ്. ചില വിഷയങ്ങൾ വിശ്വാസികളോടായിട്ട് പറയുമ്പോൾ അത് വിശ്വാസമുള്ളവർക്കേ ആ ഒരു വാക്ക് അതിൻ്റെ അർത്ഥതലങ്ങളിലൂടെ ഉൾക്കൊള്ളാൻ കഴിയും. മറ്റുള്ളവർക്ക് തോന്നുമ്പോൾ അത് വേറെ എന്തൊക്കെയോ ആയിട്ട് തോന്നാം. ഇപ്പൊ നമ്മൾ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ പണ്ഡിതന്മാരുടെ വഅദുകൾ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ വിഷയങ്ങളൊക്കെ എടുത്തിട്ട് ചർച്ച വിധേയമാക്കുമ്പോൾ അതാണ് വിശ്വാസികളോടായി അതിനെക്കുറിച്ച് ബന്ധപ്പെട്ട ആളുകൾ പറയുമ്പോൾ ചൊറിച്ചിൽ മറ്റുള്ള ആളുകൾക്കാണ്. പക്ഷെ ഈ പറയണതിലും കുറെ സംയമനം പാലിക്കേണ്ടതുണ്ട്. അത് വേറെ വിഷയം. പറയേണ്ടവരും നാവിന് നിയന്ത്രണമില്ലാതെ എന്ത് ചെയ്യാൻ പറ്റൂല, പറയാൻ പറ്റൂല. അത് വേറെ വിഷയം. ഞാൻ പറഞ്ഞു വന്നത് വിശ്വാസികളോടായിട്ട് പറയുന്ന കുറെ വിഷയമാണ്. അത് വിശ്വാസമുണ്ടെങ്കിലേ ഉൾക്കൊള്ളാം. അത് നമുക്കും ബാധകമാണ്. ഇപ്പൊ പഠിച്ച റബ്ബ് നമ്മളോട് പല വിഷയങ്ങളും പറഞ്ഞിട്ടുണ്ട്, നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതൊക്കെയും നമുക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് വിശ്വാസം ഉണ്ടെങ്കിലേ ഉൾക്കൊള്ളാൻ കഴിയും. ഏതായാലും അല്ലാഹു തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, സത്യവിശ്വാസികളെ അല്ലാഹു തആല ഇത്തഖുല്ലാഹ്, അല്ലാഹനെ നിങ്ങൾ സൂക്ഷിക്കണം. അല്ലാഹനെ സൂക്ഷിക്കണം. അല്ലാഹനെ സൂക്ഷിക്കുക. പല തഖ്വ അതിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. അല്ലാഹനെ പേടിക്കണം, സൂക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ അവൻ വലിയൊരു ഭീകരനാണോ അങ്ങനെയുള്ള ഒരു കരുതലൊന്നുമല്ല. ചെയ്യുന്ന വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള ശ്രദ്ധ വേണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അല്ലേ. നമ്മൾ കറണ്ട് കൊണ്ട്
ജോലി ചെയ്യുന്ന ഒരു വിഷയമാണെങ്കിൽ, പണിയാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം കേട്ടോ. അതിൻ്റെ അർത്ഥം എന്താ? അടുക്കരുത് പിടിക്കരുത് എന്നല്ല, കൃത്യമായി ശ്രദ്ധയോടുകൂടെ ചെയ്തിട്ടില്ലെങ്കിൽ അപകടമുണ്ടാകും. അതിനതിൻ്റെതായ നിയമങ്ങളുണ്ട്. വാഹനം ഓടിച്ച് മക്കൾ പോകുമ്പോൾ നമ്മൾ പറയില്ല ശ്രദ്ധിച്ചു പോകണട്ടോ. അപ്പൊ എന്താ, നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായി പാലിച്ച് ചെയ്തു പോയാൽ പോയിട്ടില്ലെങ്കിൽ അപകടമൊക്കെ ഉണ്ടാവും. ഇവിടെ അള്ളാഹിനെ കൊണ്ടുള്ളത് അത് തന്നെയാണ്, സൂക്ഷിക്കുക, അള്ളാഹിനെ സൂക്ഷിക്കുക. ഒന്നും കൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നമ്മള് മറ്റേ വാഹനത്തിൽ യാത്ര, ടൂ വീലറിലൊക്കെ യാത്ര ചെയ്യുമ്പോഴേ ഇല്ലേ, ടൂ വീലർ നമ്മൾ പോകുന്ന സമയത്തിൽ ഹെൽമെറ്റ് ഇല്ലാന്ന് സങ്കല്പിക്കുക, അടുത്തൊരു ചെക്കിങ് കണ്ടെന്ന് സങ്കല്പിക്കുക, നമുക്ക് പോകാൻ കഴിയുമോ? കഴിയും. എന്താ കാരണം? പേടിയാണ് അല്ലേ? എന്താ പേടി? തൂക്കിക്കൊല്ലൊന്നുമില്ലല്ലോ, ഇല്ല. പിന്നെന്താ പേടി? ഫൈന് വരുന്നുള്ള പേടിയാണ്. അതിന്റെ കാരണം എന്താ? പേടി നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് എന്താ? നമ്മള് നിയമം ലംഘിച്ചിട്ടുണ്ട്. അപ്പൊ ആ നിയമം ലംഘിക്കുമ്പോൾ നിയമപാലകരെ നമുക്ക് പേടി. നേരെ മറിച്ച് നമുക്ക് ക്ലിയറാണ്, ഹെൽമെറ്റ് കയ്യിലുണ്ട്, പേപ്പറൊക്കെ ഒക്കെ ഉണ്ട്, ക്ലിയറാണ്, നമ്മൾ പേടിക്കുമോ? നമ്മളിവരുടെ മുമ്പിലൂടെ പോകില്ലേ? ഭയമുണ്ടോ? പേടി. കാരണം നമ്മൾ ഓക്കെയാണ്, നമ്മൾ നമ്മുടെ ട്രാക്കിലാണ്, നമ്മൾ നിയമങ്ങൾ തെറ്റിച്ചിട്ടില്ല. അതുകൊണ്ട് വിഷയമുള്ള കാര്യമല്ല. റബ്ബിലും അത്രയേ ഉള്ളൂ. നിയമം തെറ്റിക്കുമ്പോൾ അള്ളാഹിനോട് പേടിക്കണം, ഫൈൻ വരും. ഏത് കോലത്തിലാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ക്ലിയർ ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു നിയമമുണ്ട്, ഏത് വിഷയത്തിലൊരു നിയമമുണ്ട്, ആ നിയമം പാലിക്കാനുള്ളതാണ്. മറ്റേത് ഹെൽമെറ്റ് പോലീസുകാരെ കാണുമ്പോൾ വെക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഊരി വെക്കുന്നു, അവരെയാണ് തൃപ്തിപ്പെടുത്തേണ്ടത്. അങ്ങനെ റബ്ബിനെ കാണുമ്പോൾ ഊരി വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു നിയമം ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്താൽ മതി. അപ്പൊ ഏതോ ആവട്ടെ, ഇത്തഖുള്ള, അള്ളാഹു തആല പല വിഷയങ്ങളിലും തഖ്വ, അള്ളാഹിനെ സൂക്ഷിക്കണം എന്നൊക്കെ പറയും. ഇതാണ് ആവർത്തിച്ച് പറയുന്നതിന്റെ ലക്ഷ്യം എന്താണ്? നമ്മളൊന്ന് ശ്രദ്ധയുണ്ടാവണം എന്ന് വിചാരിച്ചു. എന്നിട്ട് അള്ളാഹ് പറയണം നമ്മൾ അള്ളാഹിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അള്ളാഹ് ചോദിക്കുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത്. നാളേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കരുതി വെച്ചിരിക്കണോ? നാളേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് കരുതി വെച്ചിട്ടുള്ളത്? വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. നാളെ എന്ന് പറയുന്നത് വലിയ വാക്ക് തന്നെയാണ്. എന്താണ് നിങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത്? എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോ? കഠിനാധ്വാനം ചെയ്യുന്ന ഗൾഫിലും മറ്റുമൊക്കെ ആയിട്ട് പ്രവാസികളിൽ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾ, അവരോടെല്ലാം നീ ഈ അധ്വാനിക്കുന്നതൊക്കെ ഇവിടെ തന്നെ അങ്ങോട്ട് തീർക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ ഒന്ന് സേവ് ചെയ്ത് വെച്ചൂടെ നാളെ, അല്ലേ? നമ്മളൊക്കെയും ചിന്തിക്കുന്ന ഒരു വിഷയമാണ്. എന്തിനു നമ്മളിപ്പോൾ ഇന്ന് ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഇന്നക്ക് വേണ്ടിയാണോ? നാളേക്ക് വേണ്ടിയാണ്. ഇന്ന് നമ്മൾ ജോലി ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? നാളെ മീൻസ് നെക്സ്റ്റ് ഡേ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അള്ളി അത്രേ ചോദിക്കണുള്ളൂ, നാളത്തേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് കരുതി വെച്ചിട്ടുള്ളത്? ഈ ഒരു ചോദ്യം ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറക്കേണ്ട ഒരു സമയത്തിന് കൂടിയാണുള്ളത്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. വീണ്ടും അല്ലാഹു തആല പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, നാളത്തേക്ക് വേണ്ടി എന്താണ് കരുതി വെച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ഗൗരവപൂർവ്വം ചിന്തിക്കണം. നിങ്ങൾ എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് കൃത്യമായി അറിയുന്ന ആളാരാണ്? ഞാനാണ് എന്ന് പറഞ്ഞാൽ അവിടെ അള്ളാഹിനെ കബളിപ്പിക്കാൻ പറ്റൂല. താൽക്കാലിക എന്തെങ്കിലും ഒപ്പിച്ചിട്ട് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾക്കൊരു ബോധ്യം വേണം, എന്താണ് നിങ്ങൾ കരുതുന്നത്, എന്താണ് നിങ്ങൾ അധ്വാനിക്കുന്നത്, നാളത്തേക്ക് വേണ്ടി എന്താണ് നിങ്ങൾ സേവ് ചെയ്തിരിക്കുന്നത്. ആ സേവ് ചെയ്തത് നാളെ ഉപകാരപ്രദമാകും എന്നുള്ള ഉറപ്പോടുകൂടെ ആവണം എന്നുള്ളത് പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ഹശ്റിൽ ഒരു ആയത്താണ് ഞാൻ ഓതിയത്. അതിന് ശേഷം പറയുന്നത് വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ ഫൻസാഹും അൻഫുസഹും. അന്നങ്ങനെ ഓരോ വിഷയങ്ങളും സ്വർഗത്തിൽ. അതിന്റെ തൊട്ടടുത്ത് പറയുന്നുണ്ട്, ലാ യസ്തവി അസ്വഹാബുൻ നാരി വഅസ്വഹാബുൽ ജന്ന. അസ്വഹാബുൻ നാറും അസ്വഹാബുൽ ജന്നയും സമമല്ല. അത് കഴിഞ്ഞിട്ട് അല്ലാഹു തആല പറയാണ്, നിങ്ങൾ നാളത്തേക്ക് വേണ്ടി എന്താണ് കരുതി വെച്ചിരിക്കുന്നത് എന്ന് ഗൗരവത്തോടെ നിങ്ങൾ ചിന്തിക്കണം. കാരണം എന്താ? അത് കഴിഞ്ഞാൽ അതിനുള്ള തിക്തഫലം നരകവും സ്വർഗവുമാണ്. കാരണം നല്ലപോലെ വിചാരിച്ച പെരുന്നാൾ നന്നാവും, അല്ലെങ്കിലോ പെരുന്നാളാവൂല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അല്ലാഹു തആല ഉപമിച്ചതാണ്, ലാ യസ്തവി അസ്വഹാബുൻ നാരി വഅസ്വഹാബുൽ ജന്ന. അസ്വഹാബുൻ നാറും അസ്വഹാബുൽ ജന്നത്തും ഒരുപോലെയല്ല. വഅസ്വഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ. അസ്വഹാബുൽ ജന്നത്ത് സ്വർഗത്തിന്റെ അഖിലുകാർ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. സ്വർഗത്തിന്റെ അഖിലുകാർ മാത്രമേ
രണ്ടും സമമല്ല. അതൊരു വലിയ താക്കീതും കൂടിയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തതിനും അപ്പുറമാണ് നരകവും സ്വർഗവും എന്നുള്ളത് തന്നെയാണ്. സ്വർഗത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോഴും പറയുന്നുണ്ട്, മല അറച്ചായിനും, ഒരു കണ്ണും ഇന്ന് വരെ കാണാത്ത സംഗതികൾ, ഒരു ബുദ്ധി കൊണ്ട് ഇന്ന് വരെ ചിന്തിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ, ഒരു മനുഷ്യ സങ്കല്പത്തിൽ ഇന്ന് വരെയും തെളിഞ്ഞു വരാത്തതായ അത്ഭുതങ്ങളുടെ കലവറയാണെന്ത് സ്വർഗം എന്നുള്ളത്. നരകവും അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മൾ ദുനിയാവിലുള്ള ഓരോ വിഷയവുമായി സാദൃശ്യപ്പെടുത്തി പറയുന്നത് നമുക്കതൊന്ന് മനസ്സിലേക്ക് വരാൻ വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ആ ഒരു ചോദ്യം നല്ലോണം ആഴത്തിൽ മനസ്സിലിറക്കണം. നാളത്തേക്ക് വേണ്ടി എന്ത് കരുതി വെച്ചിട്ടുണ്ട്? കരുതാനുള്ള സമയങ്ങളിലെ അവസാന സമയങ്ങളിലൂടെയുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതെന്താണ് വേണ്ടത്, ഏത് സെക്ഷനിലാണ് നമ്മൾ പെടേണ്ടത് എന്നുകൂടി ചിന്തിക്കണം. പ്രവാസ ജീവിതം നയിച്ച ആളുകളാണ് ഭൂരിഭാഗം ആളുകളും, അല്ലേ? ഈ കൂട്ടത്തിൽ പ്രവാസികളായിട്ടൊക്കെ നിന്ന ആളാണ്. ഇന്നത്തെ കാലത്തുള്ള പ്രവാസമായിരിക്കാണോ പണ്ട്? ഇല്ലേ, അല്ലേ? ആ പണ്ടത്തെ ഒരു യാത്രയും അവിടെ ചെന്നിട്ടുള്ള ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇന്നിപ്പോ അങ്ങനെ ഉണ്ടെങ്കിലും എത്രയോ സംവിധാനങ്ങളുണ്ട്, അല്ലേ? കാണാനും സംസാരിക്കാനും. ഓരോ അറ്റൻ ടൈമിൽ ഞാൻ ഇന്ന സ്ഥലത്ത് എത്തി, ഇതിപ്പോ ഫ്ലൈറ്റിൽ ഇപ്പൊ എന്തുണ്ട്, വൈഫൈ ഉണ്ട്. പണ്ട് അതും ഉണ്ടായിരുന്നില്ല, അല്ലേ? ചാറ്റ് ചെയ്യാൻ പറ്റുന്ന, വോയിസ് പറ്റില്ല, ടെക്സ്റ്റ് പറ്റും. ഞാനിവിടെ എത്തിയിട്ടുണ്ട്, ലൊക്കേഷൻ നോക്കിയിട്ട് ഞാൻ ഇന്നതിന്റെ മേലിലൂടെ കോടുന്നത് വരെ ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആശ്രിതർക്ക് അറിയിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒരു 10-15 വർഷം മുമ്പുള്ള, 15 വർഷം അങ്ങനെ കൂട്ടാം, അല്ലേ? അതിന് മുമ്പുള്ള പ്രവാസത്തിന് എന്തായിരുന്നു? വല്ലാത്തൊരവസ്ഥയായിരുന്നു, വല്ലാത്തൊരു വേദനയായിരുന്നു. കാരണം എന്താ നമുക്കുള്ള ടെൻഷൻ? പറയുന്നത് അധ്വാനിക്കാൻ പോണതാണ്, പൈസ ഉണ്ടാക്കാൻ പോവുകയാണ്. പൈസ ഉണ്ടാക്കാൻ പോകുമ്പോൾ സന്തോഷം ഉണ്ടാവാണ്ട്, പക്ഷെ നമുക്കുള്ള സങ്കടം എന്താണ്? നമ്മുടെ ഉറ്റവരെ പോയിട്ടൊരു ഒരാഴ്ചക്കൊക്കെ അനുഭവിച്ചവരോട് പറയണം, വല്ലാത്തൊരു ഫീലിങ്സ് ആണ്. കാരണം നമ്മൾ ഏറെക്കുറെ അനുഭവിച്ചു, പ്രവാസിയായിട്ടൊന്നുമല്ല. 14-ാമത്തെ വയസ്സ് 15-ാമത്തെ വയസ്സ് വരെ വാപ്പാനെയും പാനെയും വിട്ടിട്ട് ദർസിലേക്ക് പോകുമ്പോൾ ആ വേദന, നമുക്ക് അവരെ മിസ് ചെയ്യുന്ന സമയത്തിൽ ഉണ്ടാകുന്ന വേദന. അപ്പോൾ പ്രവാസികളായ ആളുകൾ എന്ന് പറയുന്നത് ഭയങ്കര കാണാതിരിക്കാൻ കഴിയൂല. അവരിങ്ങനെ മനസ്സിലേക്ക് തികട്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദനകളും പ്രയാസങ്ങളും വല്ലാത്തൊരു ഇതാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സ്വഹാബി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞത്, നബിയെ, എനിക്ക് തങ്ങളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് തങ്ങളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. തങ്ങളുടെ സദസ്സിൽ നിന്ന്, ക്ലാസ്സിൽ നിന്ന് ഞാൻ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ ടെൻഷനാണ്. എപ്പോഴാണ് ഞാൻ കാണുക, ഏത് സമയത്താണ് നിബിധങ്ങളൊന്ന് കാണുക എന്ന് പറഞ്ഞിട്ട് വല്ലാത്ത ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് വീട്ടിലിരുന്നിട്ട് ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല, ഒരു സമാധാനവും കിട്ടുന്നില്ല. വേഗം ഒന്ന് അടുത്ത വക്കത്താവണം, അടുത്ത ലീവാകണം, വേഗം നിങ്ങളുടെ അടുത്തേക്ക് എത്തണം എന്നുള്ള ചിന്ത. കാരണം തങ്ങളുടെ മുഖം കാണാതിരിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, വീട്ടിൽ പോയി കഴിഞ്ഞാൽ വേഗം ചുറ്റുപാടുകൾ തീർത്തിട്ട് കൂട്ടുകൂട്ടൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരും. വീണ്ടും അടുത്ത വിഷയം വരുമ്പോൾ രാത്രിയൊക്കെ പോകുമ്പോൾ ഭയങ്കര ടെൻഷനാണ്, ഇനി നാളെ അല്ലേ കാണാൻ പറ്റൂ എന്നുള്ള ടെൻഷനാണ്. അങ്ങനെയുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് വല്ലാത്തൊരു കൂടുതൽ ടെൻഷൻ കൂടിയിട്ടുണ്ട് നബിയെ. സ്വഹാബി പറഞ്ഞപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, എന്താണ് ഇപ്പൊ കൂടുതലുള്ള ടെൻഷൻ? അല്ല, എൻ്റെ ഇവിടുത്തെ അവസ്ഥ എങ്ങനെ? ഇനി നാളെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ തങ്ങൾ എവിടെ ഇരിക്കും, ഞാൻ എവിടെ ഇരിക്കും? എനിക്കിപ്പോ തങ്ങളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല, തങ്ങളെ പിരിയാനും പറ്റില്ല. ഇനി നാളെ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ മർത്തബയിലല്ലേ? സ്വർഗത്തിൽ ഏതൊരു സ്ഥാനത്താണ് തങ്ങൾ അലങ്കരിക്കുന്നത്? ഞാൻ ഏതൊരു സ്ഥാനത്താണ് ഉണ്ടാവുക? അതിൽ വല്ലാത്ത വിഷമത്തിലും വേദനയിലുമാണ് നബിയെ ഞാൻ എന്ന് പറഞ്ഞൊരു സ്വഹാബി അള്ളാഹുവിന്റെ റസൂലിനോട് സങ്കടം പറഞ്ഞപ്പോഴാണ് മലക്കൽ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ടൊരു ആയത്ത് ഓതി കൊടുക്കുന്നത്. നമുക്കൊക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ കിട്ടേണ്ട ഒരു ആയത്താണ്. വമൻ യുതിഇല്ലാഹ വറസൂല ഉലൈക അല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീന വഹസുന ഉലൈക റഫീഖാ. ഈ ആയത്ത് അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിതങ്ങൾക്ക് ഓതി കൊടുക്കണം. ഈ സ്വഹാബിയുടെ സങ്കടം, ആത്മാർത്ഥത കലർന്ന, നബിതങ്ങളെ വിട്ടുപിരിയാൻ കഴിയില്ല എന്നുള്ള
സത്യസന്ധമായ വാക്ക് ഹബീബായ തങ്ങളിലേക്ക് കൊടുത്തപ്പോ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞതാണ്, ഈ ആയത്തിറങ്ങിയതാണ്, ആരെങ്കിലും അള്ളാഹുവിനെ അംഗീകരിച്ച് വഴിപ്പെട്ട് അനുസരിച്ച് ജീവിച്ചാൽ, അള്ളാഹനെ മാത്രം പോരാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അംഗീകരിക്കുകയും വഴിപ്പെടുകയും ചെയ്ത് ജീവിച്ചാൽ അവർക്കുള്ള ഗുണം എന്താണ്? ഉലൈകല്ലദീന അൻഅമല്ലാഹ്, അല്ലാഹു തആല വല്ലാതെ അനുഗ്രഹം ചെയ്ത ആളുകളുണ്ട്, അവരോടൊപ്പം നാളെ ഇവർക്കും സ്ഥാനമുണ്ട്. ആ അനുഗ്രഹം ചെയ്ത ആളുകൾ നബിയ്യീന സുദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ, ഈ വിഭാഗക്കാരോടൊപ്പം ഈ അള്ളാഹുവിനെയും റസൂലിനെയും അംഗീകരിച്ച് ജീവിച്ച ആളുകൾക്ക് ഇരിപ്പിടമുണ്ട്. വഹസുന ഉലൈക റഫീഖ, അവരുടെ റഫീഖ് സുഹൃത്തുക്കൾ എത്ര നല്ല ആളുകളാണ് എന്ന് പറഞ്ഞാൽ, സ്വഹാബത്തിന്റെ ചരിത്രം പറയുമ്പോൾ, മഹാന്മാരുടെ ചരിത്രം പറയുമ്പോൾ, അല്ലെങ്കിൽ അവരൊക്കെ നേടിയെടുത്ത സ്വർഗത്തിലെ ഹബീബായ സ്വർഗത്തിലെ സ്ഥാനങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ പറയുന്ന സമയത്തിലും, നമ്മളിപ്പോ അന്ന് ജനിച്ചിട്ടില്ലല്ലോ, നമ്മൾ അന്ന് ജനിക്കുകയാണെങ്കിൽ നമ്മൾ ബദറിൽ പങ്കെടുക്കുകയായിരുന്നു അല്ലേ? നമ്മളൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട് ചരിത്രങ്ങളൊക്കെ കണ്ടിട്ട്. നമ്മളന്ന് എന്താ പറയാ, അന്ന് അവിടെ ജീവിക്കുകയായിരുന്നെങ്കിൽ നമ്മൾ ബദറിലൊക്കെ പങ്കെടുക്കുന്നു. നമ്മളിപ്പോ ഭയങ്കര പറയും, ബദറൊക്കെ ഒന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഒരു ബദർ ഉണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങുന്നൊക്കെ നമ്മളിപ്പോ പറയും ഇല്ലേ? പക്ഷെ എന്ത് ബദർ ഇറങ്ങിയിട്ട് എന്താ കാര്യമുണ്ട്? ഒന്ന് ആളെത്ര കുറഞ്ഞ്, ആളിന്ന് എത്ര കുറഞ്ഞ് സുബഹിക്ക്? എന്താ കാരണം? ചെറിയൊരു ക്ഷീണം ഉണ്ടായാൽ മതി, ചെറിയൊരു ക്ഷീണം ഉണ്ടായാൽ മതി. എന്നിട്ട് നമ്മൾ എങ്ങോട്ട് പോണത്? ബദറിലേക്ക് പോണത്. ചെറിയൊരു ക്ഷീണം ഉണ്ടായാൽ മതി. ഇവിടെ പറയുന്നത് അള്ളാഹി റസൂലിനെ കൃത്യമായി വഴിപ്പെട്ടാൽ കിട്ടുന്ന നേട്ടാ പറയുന്നത്. അതല്ലെങ്കിൽ അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, വഴിപ്പെട്ടിട്ടില്ലെങ്കിൽ എവിടെ ഇരിക്കും എന്നുള്ളതാണ്. വഴിപ്പെട്ടിട്ടില്ലെങ്കിൽ, വഴിപ്പെടുന്നവർ മനസ്സിലായോ, അംഗീകാരം വഴിപ്പെടൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പൊ ഏത് സെക്ഷനുകളിലാണ് നമ്മൾ പോകേണ്ടത് എന്നും, നാളത്തേക്ക് വേണ്ടി എന്താണ് നമ്മൾ കരുതി വെച്ചത് എന്നും ഗൗരവത്തോടെ ചിന്തിക്കണം. നമ്മളെപ്പോഴും നാളത്തേക്ക് വേണ്ടിയിട്ട് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ മൂല്യമുള്ളതല്ലേ വെക്കൂ, ഇല്ലേ? അരിധാന്യങ്ങളാണോ? അപ്പൊ നിങ്ങളൊക്കെ എന്തെങ്കിലും സേവ് ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പൈസ ഉണ്ട്, അത് നിങ്ങൾ എന്താ ചെയ്യല്? കുറച്ച് പൈസ ഉണ്ട്, ആ പൈസ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കോ അല്ലെങ്കിൽ പിൻതലമുറക്കാർക്കോ ഉപകാരപ്രദമാവണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എങ്ങനെയാണത് സേവ് ചെയ്ത് വെക്കുക? മൂല്യമുള്ള വസ്തുക്കളായിട്ടല്ലേ? ഒന്നല്ലെങ്കിൽ സ്വർണം വാങ്ങണം, അല്ലെങ്കിൽ അതിന് തത്തുല്യമായ മൂല്യങ്ങളുള്ള സ്ഥലമോ, അല്ലേ? അങ്ങനെ തന്നെയല്ലേ ചെയ്യുള്ളൂ. അല്ലാതെ വേറെ എന്തെങ്കിലും കുറേ ഡ്രസ്സ് വാങ്ങിയിട്ട് സേവ് ചെയ്ത് വെക്കും, കുറെ ഭക്ഷണ സാധനങ്ങൾ ഇല്ല. അപ്പൊ മൂല്യമുള്ളതാണ് ആദ്യം നമ്മൾ സേവ് ചെയ്യേണ്ടത്. എന്നതുപോലെ ആഖിറത്തിലേക്കും സേവ് ചെയ്യേണ്ടത് മൂല്യമുള്ളതാണ്. ആ മൂല്യമുള്ളതാണ് നിസ്കാരങ്ങൾ, ആ മൂല്യമുള്ളതാണ് നോമ്പുകൾ, ആ മൂല്യമുള്ളതാണ് സക്കാത്തുകൾ, ആ മൂല്യമുള്ളതാണ് നിർബന്ധ ബാധ്യതകൾ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യം. അപ്പൊ ഗൗരവത്തിൽ ചിന്തിക്കണം, നാളത്തേക്ക് വേണ്ടി എന്താണ് കരുതിയിട്ടുള്ളത്? അത് അള്ളാഹ് നമ്മളോട് ചോദിക്കുക. എന്നിട്ട് അള്ളാഹ് പറയണത്, നിങ്ങൾ ചെയ്തത് കൃത്യമായിട്ട് അറിയുന്നു പറഞ്ഞാൽ എന്തെങ്കിലും വന്ന് കാണിച്ചാൽ രക്ഷപ്പെടാൻ കഴിയൂല. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങൾ ചെയ്തതും പ്രവർത്തിച്ചതൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ആള് ഞാനാണ്. അതുകൊണ്ടൊന്ന് ഗൗരവത്തിൽ ചിന്തിച്ചോളൂ. അള്ളാഹ് നമ്മളോട് പറയാം എന്താണ് നാളത്തേക്ക് വേണ്ടി. നമ്മളെല്ലാം അങ്ങനെ മുൻകൂട്ടി തയ്യാറാക്കി കരുതി വെക്കുന്ന ആളുകളല്ലേ, ഇല്ലേ? ആണ്. ഇപ്പൊ അതാ പറഞ്ഞ, ഒരു പെരുന്നാൾ വരുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പ് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നമുക്കറിയില്ലേ? അറിയില്ലേ? നമ്മൾ തയ്യാറാക്കി വെക്കുന്നില്ലേ? വീട്ടിലൊരു കല്യാണം ഉണ്ട്, എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നമുക്കറിയില്ലേ? നമ്മൾ തയ്യാറാക്കി വെക്കുന്നില്ലേ? അങ്ങനെ വീട്ടിലൊരു സന്തോഷ ദിനം അല്ലെങ്കിൽ എന്തൊരു ആവശ്യമുണ്ടോ അതിനാവശ്യമുള്ളതൊക്കെ തയ്യാറാക്കി വെക്കുന്ന സ്വഭാവം നമുക്കുള്ളതാണ്. ഒരു യാത്ര പോവുകയാണെങ്കിൽ തലേന്ന് നമ്മൾ റെഡിയാക്കി വെക്കൂലേ? ഒരുക്കി വെക്കൂലേ? ആ ഒരുക്കങ്ങൾ തയ്യാറെടുപ്പുകളുണ്ട്. അല്ല നമ്മളോട് ചോദിക്കണം, നിങ്ങൾ നാളത്തേക്ക് എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നാളെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ട യഥാർത്ഥ ഒരു ലൈഫുണ്ട്. അതിനൊക്കെ വേണ്ടി എന്തെങ്കിലും യാത്രക്ക് വേണ്ടി ഡ്രസ്സുകൾ ഒരുക്കിക്കണോ? വാഹനങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ? പാർപ്പിടം ഒരുക്കിയിട്ടുണ്ടോ? അവിടെ പോയിട്ട് എന്തെങ്കിലും ഭക്ഷിക്കാനും ആസ്വദിക്കാനുമുള്ള എന്ത് വസ്തുക്കളാണ് നിങ്ങളുടെ കൈവശമുള്ളത് എന്ന് നല്ലോണം ആലോചിച്ചാൽ മതി. മറ്റേ യാത്ര പോകുന്ന മയ്യത്തുകെട്ടില്
അതുപോലെ തന്നെ പാർപ്പിടമാകുന്ന ഖബർ, അതുപോലെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ജീവിക്കാനുള്ളതായിട്ട് നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്ക്. എന്താണ് ഞാനിപ്പോൾ കരുതിയിരിക്കുന്നത് എനിക്കായിട്ട്? ഇതിന് ബാക്കി നാട്ടുകാർ കുറെ ദിക്റും ഇതൊക്കെ തന്നാലും അത് നമുക്ക് ഫലം കിട്ടണമെങ്കിൽ ഇപ്പൊ ഞങ്ങൾ കുറെ പൈസ അയച്ചിട്ട് നിങ്ങൾക്ക് തരണമെങ്കിൽ നിങ്ങൾക്കൊരു അക്കൗണ്ട് ഉണ്ടാവണ്ടേ അല്ലേ? ഇപ്പൊ മറ്റുള്ളവരുടെ സഹായം നിങ്ങൾക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണം? എന്നിപ്പല്ലേ ജിപേ ഉണ്ടായത്, അതെന്തേലും ഒന്നും വേണ്ടേ? കണക്ട് ചെയ്യാനുള്ള ഒരു കണക്ഷൻ വേണ്ടേ? ആ കണക്ഷൻ തന്നെ നമുക്കില്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് ചെയ്തിട്ട് എന്താ കാര്യമുണ്ട്? അപ്പൊ നമുക്കായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു അക്കൗണ്ട് ഉണ്ടാക്കണം. അതിനുള്ള അവസാന നിമിഷം കൂടി, ഈ നിമിഷത്തിൽ എന്ത് ചെയ്യണ്ട, ഉള്ളതും കൂടിയിട്ട് ബാത്തിലാക്കാൻ നിൽക്കണ്ട. അവസാനം കൊണ്ടുവന്നിട്ട് കലട്ടുടക്കുന്ന ഒരു സ്വഭാവമുണ്ട്, അത് ചെയ്യേണ്ടതില്ല. പരിശുദ്ധ റമദാൻ അങ്ങനെ തിരക്ക് പിടിച്ചിട്ട് പറഞ്ഞയക്കേണ്ടതുമല്ല. അതുകൊണ്ട് ഇനിയുള്ളത് സങ്കടത്തോടെ, വേവലാതിയോടെ, അധ്വാനിച്ചിട്ടില്ല അല്ലെങ്കിൽ നേടിയെടുത്തിട്ടില്ല എന്ന ബോധത്തോടെ എന്തെങ്കിലും ഒന്ന് എനിക്ക് നാളത്തേക്ക് ഞാൻ ഇന്നതൊന്ന് കരുതിയിട്ടുണ്ട് എന്നുള്ള ഒരു കരുതൽ ഉണ്ടാക്കിയെടുക്കാൻ അവശേഷിക്കുന്ന സമയങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. റഹ്മാനായ റബ്ബ് നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. സ്വർഗത്തിന്റെ വിഷയങ്ങൾ, സ്വർഗത്തിന്റെ സുഖ സൗകര്യങ്ങളൊക്കെയും, അതും നരകത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ സ്വർഗത്തെക്കുറിച്ചും അല്ലാഹു തആല പറയുന്നുണ്ട്. പക്ഷെ ആ ഹദീസിൽ ഇമാം ശിബിലി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ചിന്തിച്ചതും അതാണ്, നരകത്തെക്കുറിച്ച് സഹിക്കാൻ കഴിയുന്നില്ല. നരകത്തെക്കുറിച്ച് പഠനങ്ങൾ ഖുർആനിലൂടെ പഠനം നടത്തിയപ്പോൾ നരകത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ല, ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പൊ മഹാനവറുകൾ ചിന്തിച്ചു, ഇങ്ങനെ ജീവിച്ചാൽ എനിക്കൊന്നിനും സാധിക്കുന്നില്ല, നരകം എനിക്ക് സഹിക്കാൻ കഴിയില്ല, പിന്നെ ഞാൻ അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ട് എന്താണ് കാര്യമുള്ളത്? അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതം മറ്റൊരു തലങ്ങളിലേക്ക് പോവുകയാണ്. ഒരു മരച്ചുവട്ടിലിരുന്നു കൊണ്ട് അഗാധമായി റബ്ബിലേക്ക് ചിന്തിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറെ കുട്ടികൾ വന്നിട്ട് എന്ത് ചെയ്തു? ഇമാം ശിബിലി റഹ്മത്തുള്ളാഹി അലൈഹി കല്ലെടുത്തെറിയാൻ തുടങ്ങി. കല്ലെടുത്തെറിയാന്ന് പറഞ്ഞാൽ മുൻവൈരാഗ്യം ഉണ്ടായിട്ടൊന്നുമല്ല, മക്കൾ അങ്ങനെ സ്വാഭാവികമാണല്ലോ. അങ്ങനെ കല്ലെടുത്തെറിയാൻ തുടങ്ങിയപ്പോൾ ഇമാം ശിബിലി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ദേഷ്യം വന്ന സമയത്തിൽ മഹാനവറുകൾ ഈ വന്ന കല്ലെടുത്തിട്ട് അങ്ങോട്ട് തന്നെ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഒരു മരച്ചുവട്ടിലാണ് ഇരിക്കുന്നത്. ഈ ഇങ്ങനെ ചിന്തിച്ചു വരികയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതം അങ്ങനെ മാറ്റി കൊണ്ടുവരുന്നേ ഉള്ളൂ. അതിൻ്റെ ഇടയിലാണ് എന്ത് ചെയ്തത് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത്. അപ്പൊ അദ്ദേഹം അങ്ങനെ ചിന്തിച്ചിങ്ങനെ വരുന്ന സമയത്തിലാണ് കല്ലെടുത്തെറിയുന്നത്. അപ്പൊ തിരിച്ച് കല്ലെടുത്ത് ഇങ്ങനെ എറിയാൻ വേണ്ടി നിന്നപ്പോ ആ മരത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു അശരീരി കേട്ടു എന്നുള്ളതാണ്. യാ ശിബിലി കുൻ മിഥിലി, ശിബിലി നീ എന്താണ് കാട്ടുന്നത്? കുൻ മിഥിലി, നീ എന്നെ പോലെ. ആ മരത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു അശരീരി കേൾക്കുകയാണ്. യാ ശിബിലി കുൻ മിഥിലി, നീ എന്നെ പോലെ ആയിക്കൂടെ? കാരണം നീ വരുന്നതിന് മുമ്പ് ഈ കുട്ടികൾ ആരെ കല്ലെറിഞ്ഞ്? എന്നെയാണ്. മരം പറയാ, നീ വരുന്നതിന് മുമ്പ് ആ കുട്ടികൾ എന്നെയായിരുന്നു കല്ലെറിഞ്ഞ്. അവർക്ക് വേണ്ടത് എന്തായിരുന്നു? ഫലങ്ങളായിരുന്നു. അവരെന്നെ കല്ലെറിഞ്ഞപ്പോ ഞാൻ തിരിച്ചു കൊടുത്തത് എന്താണ്? നല്ല മധുരമുള്ള ഫലങ്ങളാണ്. എന്നെപ്പോലെ കൂടെ അവർ നിന്നെ കല്ലെറിഞ്ഞോട്ടെ, നീ അവർക്ക് എന്തിനു ഉപദ്രവം ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ചിന്തകളൊക്കെ വന്ന് ഇലാഹി സ്മരണ കൽബിലേക്ക് വന്നാൽ നമുക്ക് ദുനിയാവിൽ ആരോടും ഒരു വിദ്വേഷം ഉണ്ടാവില്ല, ആരോടും ഒരു വെറുപ്പില്ല. അതും കൂടി അതിലൂടെ മഹാനവറുകൾ പഠിപ്പിച്ചു തരിക. ആരെങ്കിലും എന്ത് ചെയ്താലും, അതുകൊണ്ടല്ലേ അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ, നബിതങ്ങൾ മറ്റേ വായ്ഫുകാര് കല്ലെടുത്തറിഞ്ഞപ്പോൾ നബിതങ്ങൾ തിരിച്ചു ദ്രോഹിക്കുകയും ചെയ്തു ആണോ? ആ ഒരു അവസ്ഥയിൽ എന്തുകൊണ്ടാ? ഇലാഹി ചിന്ത കൽബിലേക്ക് കയറി. അങ്ങനെ കയറി വരുമ്പോൾ അതെന്തിനാ? ഇതും കൂടി പറഞ്ഞു പറയട്ടെ, നമ്മുടെ ഹൃദയത്തിൽ ഇലാഹി ചിന്ത ഉണ്ടോ എന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാനുള്ളൊരു മാർഗ്ഗമാണ്. മറ്റുള്ളവരോട് വെറുപ്പ് തോന്നുന്നുണ്ടോ? ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്താൽ അവരുടെ നാശം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? അവരോട് വെറുപ്പ് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ ഇലാഹിന് സ്ഥാനമില്ല എന്നുള്ളത് കൂടി ഈ ഹദീസിലൂടെ മഹാനവറുകൾ അറിയിക്കുക. അപ്പൊ ഇനി നമ്മൾ ചിന്തിക്കണം, നമ്മുടെ മനസ്സിൽ എന്തുണ്ട്, എന്ത് ചിന്തയാണുള്ളത് എന്നുള്ളതിന്റെ അടയാളങ്ങളും വകുപ്പുകളൊക്കെ അറിയുന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമ്മൾ ചിന്തിക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞത് കേട്ടതുമൊക്കെ ഒരു സ്വാലിഹായ അമലായി ഞങ്ങളിൽ നിന്ന് നീ ഖബൂൽ ചെയ്യണം റഹ്മാൻ. നിന്റെ ത്വഅത്തിലായി, ദീനി ഖിദ്മത്തിലായി ദീർഘകാലം ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, പരിശുദ്ധ റമദാനാണ്, വിട പറയുന്നത്, അമലുകളൊന്നുമില്ല. അത് അപാകതകൾ ഏറെയുണ്ട്. നിന്റെ മഹ്ള് ഫദ്ല് കൊണ്ട്
ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാ. നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളുടെ സർവ്വതും നീ വിട്ടുപുറത്ത് മാഫ് ചെയ്യണേ റഹ്മാന്. നിന്റെ റഹ്മത്ത് ഞങ്ങളെ തൊട്ട് തടയല്ല അല്ലാ. നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ സർവ്വ മേഖലയിലും ഞങ്ങൾക്ക് നീ സന്തോഷം നൽകണം റഹ്മാന്. മഗ്ഫിറത്തും നയ്യത്തും മിനന്നാറും നൽകി അനുഗ്രഹിക്കണം റഹ്മാന്. അല്ലാഹുവേ, പരിശുദ്ധ റമദാൻ എല്ലാ അർത്ഥത്തിലും ഞങ്ങൾക്ക് നീ അനുകൂലവും അനുഗ്രഹവുമാക്കണേ അല്ലാ. പ്രതികൂലമാക്കല്ല റഹ്മാന്. അവസാനത്തേതാക്കല്ല തമ്പുരാന്. ഈ അവശേഷിക്കുന്ന ദിനങ്ങളും അതിന്റെ മൂല്യങ്ങളും മഹത്വങ്ങളും മനസ്സിലാക്കി നിന്റെ പൊരുത്തത്തിലായി ചെലവഴിക്കാൻ വിനിയോഗിക്കാനുള്ള കഴിവും തൗഫീഖും നൽകണം റഹ്മാനെ. ഇത്രയും കാലം ഇത്രയും ദിവസങ്ങളിൽ ഞങ്ങൾ അനുഷ്ഠിച്ച നോമ്പുകൾ, നിസ്കരിച്ച നിസ്കാരങ്ങൾ, ഇഅ്തികാഫുകൾ, ഖിറാഅത്തുകൾ, ഹദിയകൾ, സ്വതക്കകൾ, മറ്റു സൽക്രമങ്ങളൊക്കെ ന്യൂനതകളേറെയുണ്ടെങ്കിലും നിന്റെ കാരുണ്യത്താൽ എല്ലാം പുറത്ത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. നാളത്തേക്കുള്ള ജീവിതത്തിലുള്ള സമാഹാരമായി ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.